കേരളം വിറങ്ങലിച്ചു പോയ 2 ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോയത്. പ്രകൃതി സംഹാര താണ്ഡവമാടിയ വയനാട്ടിൽ കുട്ടികളും സ്ത്രീകളും മറ്റുള്ളവരുമായി ഇതുവരെ 280-ൽ പരം മനുഷ്യജീവനുകൾ അവിടെ പൊലിഞ്ഞു വീണു. ഇനിയും കാണാതായ നിരവധി പേരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പലരും തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും അടിഞ്ഞുകൂടിയ ചെളിക്കുണ്ടിലും പാറക്കെട്ടിൻ്റെ അടിയിലുമെല്ലാം അവിടെയെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഒരു പ്രദേശം തന്നെ ഇല്ലാതായി മാറിയ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന അവിടെയുണ്ടായിരുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോയതാണല്ലോ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കുറഞ്ഞു പോയത്. ആ ദുരന്തബാധിത മേഖലയിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകുവാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം അവിടെ വളരെ അടിയന്തരമായി ഒരു പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. 35 മണിക്കൂറത്തെ ആ നിതാന്ത പരിശ്രമത്തിനൊടുവിൽ വലിയ വാഹനങ്ങൾ വരെ കടന്നു പോകാവുന്ന ബെയിലി പാലമാണ് നമ്മുടെ സൈന്യം നിർമ്മിച്ചത്. ഒരു രാത്രിയും പകലും കൊണ്ടാണ് ഈ പാലം അവിടെ നിർമ്മിച്ച് പാലത്തിൻ്റെ ബലം ഉറപ്പുവരുത്താൻ സൈന്യത്തിൻ്റെ മേധാവി തന്നെ വാഹനവുമായി മറുകരയിലേക്ക് എത്തിയത്. ഇനിയുള്ള മണിക്കൂറുകൾ ഊർജിതമായിട്ടുള്ള തിരച്ചിലുകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. യാത്രാ സൗകര്യം തന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം. സത്യത്തിൽ ദുരന്തമുഖങ്ങളിലെ ആ ദയനീയ കാഴ്ചകൾ പോലെ തന്നെ ബെയിലി പാലത്തിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ കാഴ്ചകളും പലർക്കും പുതുമയുള്ളതുമാണ്. മുണ്ടക്കയിലേക്ക് ചൂരൽമലയിൽ നിന്ന് പ്രവേശിക്കാൻ സാധിക്കുന്ന താൽക്കാലികമായിട്ടുള്ള പാലമായ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടെയാണ് പൂർത്തിയായത്. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ 24 ടൺ ഭാരം വഹിക്കുവാൻ ശേഷിയുമുണ്ടതിന്. മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഭാരമേറിയിട്ടുള്ള യന്ത്രസാമഗ്രികൾ ഇനി അവിടേക്ക് എത്തിക്കാനാകും. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂണുകൾ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരിൽ നിന്നുമൊക്കെയാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ചൂരൽമലയിലേക്ക് എത്തിച്ചത്. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്കും അവിടെ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിക്കുന്ന സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രിയോടെ ആദ്യ വിമാനത്തിലെത്തിയ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ബുധനാഴ്ച വൈകിട്ട് കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള ആ സാമഗ്രികൾ 15 ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽമലയിൽ എത്തുകയും ചെയ്തു. കൂടാതെ ബാംഗ്ലൂരിൽ നിന്ന് കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിത്തുടങ്ങിയിരുന്നു. കരസേനയുടെ രക്ഷാദൗത്യത്തിനായി ഇനിയും 100ഓളം പേർ കൂടി ഉടൻ ദുരന്തമുഖത്തേക്ക് എത്തുമെന്നും നമ്മുടെ കരസേന അറിയിച്ചിട്ടുണ്ട്. നിസാര സമയം കൊണ്ട് ദുരന്ത മേഖലയിൽ ഇന്ത്യൻ സൈന്യം പണിതുയർത്തിയ ബെയിലി പാലം ഏവരെയും ആശ്ചര്യപ്പെടുത്തുകയാണ്. 1942-ൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് ബെയ്ലി നിർമ്മിച്ച പാലത്തിനാണ് പിന്നീട് ബെയിലി പാലമെന്ന നാമകരണമുണ്ടായത്. ഉരുക്കുകൊണ്ടും സ്റ്റീല് കൊണ്ടുമൊക്കെ നേരത്തെ തന്നെ നിർമ്മിച്ചു വെച്ച വളരെ സവിശേഷമായിട്ടുള്ള ആ കനം കുറഞ്ഞതും യന്ത്രസാമഗ്രികളുടെ സഹായമില്ലാതെ തന്നെ നിർമ്മിക്കേണ്ടിടത്ത് എത്തിച്ച് പണി പൂർത്തിയാക്കാവുന്നതാണ് ഈ ബെയിലി പാലം. ദുർഘടം പിടിച്ചതും വളരെ ചരിവുള്ളതുമായിട്ടുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഇത് നിർമ്മിക്കുക. ആദ്യകാലത്ത് അടിയന്തര ഘട്ടങ്ങളിൽ സൈനിക ആവശ്യത്തിനാണ് ഇത് നിർമ്മിച്ചിരുന്നതെങ്കിൽ പിന്നീട് ജനങ്ങളെ ബാധിക്കുന്ന ദുരന്ത നിവാരണത്തിനും ബെയിലി പാലം നിർമ്മിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജമ്മു കാശ്മീരിൽ ലഡാക്കിലെ 2 നദികളെ ബന്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യൻ പട്ടാളം സൈനിക ആവശ്യത്തിനായി ബെയിലി പാലം നിർമ്മിച്ചത്. നമ്മുടെ കേരളത്തിലും ഒരിക്കൽ പത്തനംതിട്ടയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള റാന്നി പാലം തകർന്നപ്പോഴും ഇന്ത്യൻ സേന അത്തരത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബെയിലി പാലം പണിതിരുന്നു. എന്തായാലും വയനാട്ടിലെ ഈ ദുരന്തഭൂമിയിൽ നിർമ്മിച്ച് ഉപയോഗത്തിലാക്കിയ ഈ താൽക്കാലിക പാലം രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനുമെല്ലാം സാധിക്കുന്ന തരത്തിലാകട്ടെ എന്ന് ആശംസിക്കാം.